എടി ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു ഇല്ല ഉപ്പച്ചി? രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്. ചന്ദ്രേട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ 1-2 പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ അമ്മേ വാ, ഒരു സൂത്രം കാട്ടിത്തരാം. എന്താ മോളെ? വരൂന്നേ, രാത്രിയും വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടിത്തരാട്ടോ. കണ്ടോ മതി, എനിക്കൊരു തലവേദന. ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടമ്മേ. ഇറങ്ങി പോടി അവിടുന്ന്. തള്ളേ, പാരത്തള്ളേ. ഈ തള്ളയുടെ ചെവി പൊട്ടിപ്പോയോ? പാരത്തള്ളേ. പത്നിയോ? ഇത് വലിയ അതിശയായി പോയല്ലോ. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ തള്ളേനെന്താ തമ്പുരാട്ടിന്ന് വിളിക്കണം? ഈ കൊച്ചോടെ നിൽക്കണ്ട്. എന്നെ കൂടെ പറയിക്കണ്ട. കണ്ണടയാണെ വരെയല്ലേ വിളിക്കുള്ളൂ. അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടയ്ക്കാണ്ട് ഉറങ്ങണേ? വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങില്ലെങ്കിൽ നടുവ് പൊങ്ങില്ലാന്ന് സൂത്ര. ചേട്ടനും പറയണ്ട, മാറി സൂത്രാടാ. വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴും തന്തയുടെ തല കുറിച്ചത്? എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പത്നിച്ചിരിക്കെ, ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനാ വന്നെന്നറിയോ? പെരപണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിയേച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ? നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്. നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നോ കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടം മാത്രമേ ഉള്ളൂ. അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പെട്ടെന്ന് ആലോചന. പെട്ടെന്നുള്ള ആലോചന അല്ലല്ലോ. പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ? അതെ, എന്നാലും പെരപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്. അവളല്ലല്ലോ പെരപണിയണത്. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായ പോരെ? വല്ലതും വായിച്ചു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലോ. നീ എന്തൊന്നും പറയാത്തെ? മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, 2-3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്കുക? അവന് മനസ്സിലാക്കണ്ട നീ. അതിന് നീ കരയണ എന്തിനാ? പാപ്പേച്ചിക്ക് മനസ്സിലാവും. എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. കരയാവള്? ഹേയ്,
എന്റെ പത്മിനി വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആ, ഞാൻ കാലിക്കറ്റ് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, പപ്പേച്ചി കിടന്നു. 10 മണി വരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു. നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവന് കെട്ടൊന്നും വേണട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുളിച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനും ഉണ്ട്. ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫാക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് നന്നായിട്ട് പറ്റില്ലേ? നീ അത്ര ശരിയാവുന്നില്ല. എന്നെ കണ്ട അവള് വല്ലാതെ പേടിച്ചു, പാവം. ആ, പെരവണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനി ഇപ്പോ? നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല, സമ്മതിക്കണു. പോരെ? പിന്നെ എന്തിനാ അവളെ ഇപ്പൊ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം. 20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരത നീ കാട്ടണേ. രാച്ചി എന്തിനാ കരയണേ? രാച്ചി കരയണ്ട. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്കി സ്കൂളിൽ വിട. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മോളെ, പപ്പേച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതവും നശിക്കരുത്. അതുകൊണ്ടാ പപ്പേച്ച രാജി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചന്ദ്രേട്ടന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം. ഇത്ര നാളും അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലൊന്ന് നിൽക്കട്ടെ. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണമെന്ന് ആശ. അത് സാരല്ല, നാളെയോ മറ്റന്നാളോ എന്നു വെച്ചാ ആ ചടങ്ങ് അങ്ങോട്ട് നടത്തുക. പൊന്നും ഡ്രസ്സും കാശൊക്കെ അവളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അങ്ങനെ അടാപിടിയെന്ന് കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല്ല ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണമായിട്ട് നടത്തണമെന്നുണ്ട്. ഞാൻ അങ്ങനെ മതി. അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ. വേണ്ട പറ്റി ചേച്ചി, അത് വേണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. ആ, അത് തന്നെയാ നല്ലത്. കല്യാണം ഒട്ടും വൈകിക്കണ്ട. എന്താവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും.
വിഷമിക്കൊന്നും വേണ്ട. മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ വന്നോട്ടെ പപ്പച്ചി. രാധേ, എന്ത് പ്രശ്നമാണ് ഉണ്ടായേ? ഒന്നുമില്ല. ചന്ദ്രൻ നാരെന്തെങ്കിലും? നടക്ക്. നോക്കി നടക്ക്, അല്ലെങ്കിൽ വീഴും. നീ എന്തിനാണ് ഈ അറിയത്ത് വന്ന് കിടന്ന് തണുപ്പടിക്കണത്? വല്ല സൂക്കേടും വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മലന്ന് കയറുന്ന ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, അവളുടെ അടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുതു നിന്നോളാം. അയ്യോ, തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാരാ, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇനി വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ പായൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണോ ഉറങ്ങാൻ? എടാ നേലത്ത് നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നോടെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പറ്റേ പോലെ കാല് നിൽക്കാണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു അല്ലേ ആരാടി അത്? പപ്പേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല.